അതുപോലെ ഒരു ഫീൽ കിട്ടുന്ന ഒരു കടിക്കാൻ സാധ്യതയുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഞാൻ ഈ ഒരു 2026 ട്രൈ ചെയ്ത മോസ്റ്റ് സെലക്റ്റീവ് പെർഫ്യൂം ഏതെന്ന് വെച്ചാൽ ഞാൻ കണ്ണുകൂട്ടി പറയും. ആൻറ്റി ഡ്രോപ്പർ സീരീസിൽ ഏറ്റവും ആദ്യം ഏത് പെർഫ്യൂം വെക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാറി. ഈ പെർഫ്യൂമാണ് അതിൽ ഏറ്റവും ആദ്യം വെക്കേണ്ടത്. എല്ലാ തരത്തിലും അടിച്ചിട്ട് നമുക്ക് തന്നെ നക്കാൻ തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിലുള്ളത് സെർജോഫ് കസാമറാട്ടി ഇറ്റാലിക്ക. ഗുർമോട്ട് പെർഫ്യൂമുകളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഒരുപാട് സ്വീറ്റ് പെർഫ്യൂംസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് വെക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് സെർജോഫിൻ്റെ കാസമറാട്ടി. ഗുർമോട്ട് പെർഫ്യൂമുകളുടെ രാജാവ്. സ്വീറ്റ്, ഡിസേർട്ട്, വാനില, ബേക്കറി, ബട്ടർ സ്കോച്ച്, കാരമൽ, ഈ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഡ്രീമാണ് ഈ ഒരു പെർഫ്യൂം. അത്രയ്ക്ക് സെഡക്റ്റീവ്, അട്രാക്റ്റീവ്, അല്ലൂറിംഗ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് സെർജോഫ് കാസമറാട്ടി. നമ്മുടെ കയ്യിലിരിക്കുന്ന ടെസ്റ്റർ ബാച്ചാണ്. ടെസ്റ്റർ നോട്ട് ഫോർ സെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇറ്റാലിക്ക, EDP കോൺസെൻട്രേഷൻ, ബാച്ച് കോഡ് 20425N. ഞാനിതൊരു 5 to 6 ml യൂസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെ ട്രൈ ചെയ്ത് അപ്പോഴൊക്കെ എനിക്ക് കോംപ്ലിമെൻറ്റും കിട്ടി. അത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് കിട്ടിയത്. പ്രസൻറ്റേഷൻ, ബ്യൂട്ടിഫുൾ പ്രസൻറ്റേഷൻ. ബോട്ടിൽ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു ആർട്ട് വർക്ക്, ഒരു ആർട്ടിസാൻ വർക്ക് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. സോ ഈ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നത്? അല്പം ഡാർക്ക്, സ്വീറ്റ്, വാനില, ബട്ടർ സ്കോച്ച്, അതാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അത് തന്നെയാണ് ഈ പെർഫ്യൂമിൻ്റെ മണം. പ്രസൻറ്റേഷൻ ഒരു രക്ഷയില്ല. ഇതൊക്കെ നിങ്ങളുടെ ഷെൽഫിൽ വെക്കേണ്ട ഒരു പെർഫ്യൂമാണ്. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടറാണ്. ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കും എന്തോ ഈ സാധനം എന്ന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. അതുപോലത്തെ ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ. ഇവിടെ ഒരു ഗോൾഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നോട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇറ്റാലിയൻ ഒരു ക്യാരക്ടർ ബോട്ടിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ബാച്ച് കോഡും കാര്യങ്ങളും താഴെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോട്ടായിട്ടും പിറകിൽ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൊഫൈൽ വരുമ്പോൾ സ്വീറ്റ്, ആൽമോണ്ട്, വാനില, ലാക്ടോണിക്, വുഡി, പൗഡറി, നട്ടി, വാം സ്പൈസി, ഫ്രൂട്ടി, കാരമൽ. ഒരു സ്വീറ്റ് പെർഫ്യൂമിൽ നിങ്ങൾക്ക് മാക്സിമം എന്തൊക്കെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും അതൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന നോട്ട്സ്: ടോപ്പ് നോട്ടിൽ സാഫ്രോൺ, മിൽക്ക്, ബെർഗാമോ, മാൻഡറിൻ, ഗ്രീൻ ആപ്പിൾ. മിഡിൽ നോട്ടിൽ വാനില, ടോഫി, ടോങ്കാബീൻ. ബേസ് നോട്ടിൽ വൈറ്റ് മസ്ക്, സാൻഡൽവുഡ്, ഇൻസെൻസ്, ആംബർ. ഏതാണ്ട് ഇത് സിമിലർ ആയിട്ടുള്ള നോട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രാഗ്രൻറ്റിക്കയിൽ ആൽമണ്ട്, മിൽക്ക്, സാഫ്രോൺ. മിഡിൽ നോട്ടിൽ വാനില, ടോഫി. ബേസ് നോട്ടിൽ സാൻഡൽവുഡ്, മസ്ക്. ഇത് ട്രൈ ചെയ്യാം. ക്യാപ്പിൽ കാസമറാട്ടിയുടെ ലോഗോ ആണ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ റിയലിസ്റ്റിക് ബട്ടർ സ്കോച്ച്, വാനില. നിങ്ങൾക്ക് ഇതിൻ്റെ മണം, ടോപ്പ് നോട്ടിൽ കിട്ടുന്ന ആദ്യത്തെ മണം പറയാം. മിൽക്ക് മെയ്ഡ് ഇല്ലേ, മിൽക്ക് മെയ്ഡിൻ്റെ മണമാണ് ഓപ്പണിങ്ങിൽ വരുന്നത്. ഈ പാലിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ലാക്ടോണിക് നോട്ട് അല്ലെങ്കിൽ മിൽക്കി നോട്ടിന് എന്താണ് മണം? പാലെടുത്ത് മണത്തേക്ക് കഴിഞ്ഞാൽ മണം വരുമോ? ഇല്ല. പാല് അത് കണ്ടൻസ്ഡ് ആക്കുമ്പോഴാണ് ആ ഒരു അതിനകത്ത് വേണ്ട ഫ്ലേവറൊക്കെ ചേർക്കുമ്പോഴാണ് അതിന് മിൽക്ക് മെയ്ഡിൻ്റെ മണം വരുന്നത്. അപ്പോൾ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ വൈറ്റ്, തിക്ക്, കട്ടി കൂടിയ കൊഴുത്ത മിൽക്ക് മെയ്ഡിൻ്റെ മണം. മിൽക്ക് മെയ്ഡ് വീട്ടിലേക്ക് ഉണ്ടാവും, മിക്കവാറും വീട്ടിൽ. പായസം ഉണ്ടാക്കാനും എന്തെങ്കിലും ഡിസേർട്ട് ഉണ്ടാക്കാനൊക്കെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കാറുണ്ട്. ആ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു വളരെ ക്രീമി, സ്വീറ്റ്, ഭയങ്കര സ്വീറ്റ് അത്. അതായത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറമുള്ള സ്വീറ്റ് ആയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ എക്സ്ട്രീം ലെവൽ വളരെ പോട്ടൻ്റ് ആയിട്ടുള്ള സ്വീറ്റ് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. നിങ്ങൾ കൈ എടുത്ത് നക്കാൻ തോന്നും. ആ രീതിയിലാണ് ഈ നോട്ട് ചേർത്തിരിക്കുന്നത്. ഇതിനകത്ത് ആൽമണ്ട് ചേർത്തിട്ടുണ്ട്, ആൽമണ്ടും സാഫ്രോണും. അപ്പോൾ പാല് വെറുതെ എടുത്ത് മണത്തിയാൽ ആ ഒരു മണം കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ കൂടെ അവർ സാഫ്രോൺ ചേർക്കണം. സാഫ്രോൺ ചേർത്താൽ മാത്രമേ ഈ ലാക്ടോണിക് നോട്ട് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ നോട്ട് ഒന്ന് പുഷ് ചെയ്യും. അപ്പോൾ അല്പം സ്പൈസിനെസ് ചേർക്കണം. ഇതുപോലുള്ള സ്വീറ്റ് നോട്ട് പുറത്തേക്ക് വേണമെങ്കിൽ അല്പം സ്പൈസിനെസ് ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഫ്രോണിൻ്റെ നോട്ട് ലൈറ്റായിട്ട് ചേർത്തിട്ടുണ്ട്. നമുക്കത് കിട്ടത്തില്ല. പക്ഷേ എവിടെയോ ഒരു ചെറിയൊരു സ്പൈസിനെസ് ചേർത്തിട്ടുണ്ട്. ഒരു സാഫ്രോൺ, കുങ്കുമപ്പൂവിൻ്റെ ജസ്റ്റ് ഒരു 1-2 ഇതൾ ഒന്ന് ഇടുന്ന പോലുള്ള ഒരു ചെറിയൊരു സ്പൈസിനെസ്. അതിൻ്റെ കൂടെ ആൽമണ്ട്, ഈ മിൽക്ക് മെയ്ഡ് ആൽമണ്ടും കൂടെ പൊടിച്ച് ചേർക്കുമ്പോൾ ഒരു സ്വീറ്റ്, ഭയങ്കര സ്വീറ്റ്. അയ്യോ, ഇതൊരു പെർഫ്യൂം ആണെന്ന് എനിക്ക് സങ്കല്പിക്കാൻ വയ്യ. എനിക്ക് ഏതോ ഒരു ഐസ്ക്രീമോ ഈ പറഞ്ഞ മിൽക്ക് മെയ്ഡ് എടുത്ത് തേക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ മണമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നക്കാനുള്ള ഒരു താല്പര്യം ജനിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ടോഫിയും കാരമലും ചേർത്തിട്ടുണ്ട്. കാരമലും ടോഫിയും നിങ്ങൾ അത് മനസ്സിലാക്കണം. കാരമൽ എന്ന് പറയുന്നത് പഞ്ചസാര ചെറിയ ചൂടിൽ ഇട്ട് ഇളക്കി അതൊരു ബ്രൗൺ കളറിലാകുന്നത് വരെ എടുക്കുന്ന ഒരു ഉരുകിയ പാനിയാണ് കാരമൽ. ചിലപ്പോൾ അതിനകത്ത് ക്രീം ചേർക്കാറുണ്ട്, കുറച്ചും കൂടി ഒരു തിക്കായിട്ട് കിട്ടാൻ, കുറേ കൂടി എമ്മി ആയിട്ട് മാറാൻ, കുറേ കൂടി ഡിലീഷ്യസ് ആക്കാനായിട്ട് അതിൽ ക്രീം ചേർക്കാറുണ്ട്. അതേസമയം ടോഫി എന്ന് പറയുന്നത് പഞ്ചസാര തന്നെ ചേർക്കാറുണ്ട്, ഒപ്പം ചിലപ്പോൾ ശർക്കരയൊക്കെ ചേർക്കാറുണ്ട്. അതിൻ്റെ കൂടെ വെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള ബട്ടറോ വെണ്ണയോ അതിങ്ങനെയൊക്കെ ചേർത്ത് ക്രീമൊക്കെ ചേർത്ത് കുറേ നേരം
ചൂട് കുറച്ചും കൂടി കൂട്ടി കുറേ നേരിട്ട് ഇങ്ങനെ തിളപ്പിച്ച് അതൊരു കട്ടിയാക്കുന്ന ഒരു അവസ്ഥയിലെത്തുന്ന സാധനമാണ് ടോഫി. ഇപ്പോൾ ടോഫിയും കാരമലും രണ്ടും പെർഫ്യൂമിനെ സംബന്ധിച്ച്, ഒരു ഗുർമോൺ പെർഫ്യൂമിനെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് മെയിൻ നോട്ടുകളാണ്. ആ രണ്ട് നോട്ടും പെർഫെക്റ്റ് ആയിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ടോഫി, സ്വീറ്റ്, കാരമൽ, ബട്ടർ സ്കോച്ച് നോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡ്രൈ ഡോണിൽ വരുമ്പോൾ കൂടുതൽ ടോങ്ക ബീൻ, സാൻഡൽവുഡ് എക്സ്ട്രാ ഒരു ക്രീമിനെസ് കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഡ്രൈ ഡോണിലൊരു കാരമലല്ല, സാൻഡൽവുഡിൻ്റെ ഒരു ക്രീമി ടച്ച് ഏറ്റവും ഡ്രൈ ഡോണിൽ നമുക്ക് കിട്ടും. ചില ഫ്ലേവർ ഐസ്ക്രീം ഒക്കെ കാണുമല്ലോ, ഈ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറുള്ള, അതിനകത്ത് കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള, ആൽമണ്ട്, പിസ്താഷിയോ, അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് ഫ്ലേവറുള്ള ഐസ്ക്രീം. അതുപോലെ തന്നെ പാല് കൊണ്ട് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് കൊണ്ട് ഒരു പലഹാരം, അതിൽ കുറേ അണ്ടിപ്പരിപ്പും കുറേ പിസ്തയും ബദാം പരിപ്പും ചേർത്ത് കുഞ്ഞു കട്ടകളാക്കി, അല്ലെങ്കിൽ പേടയില്ലേ, പേടയിൽ തന്നെ അണ്ടിപ്പരിപ്പും പിസ്തയും ബദാം പരിപ്പും ഒക്കെ ചേർത്ത് ഒരു പേട ഉണ്ടാക്കി അതൊന്ന് മണക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മിൽക്കി സ്വീറ്റ് ഗുർമോട്ട് ആ നോട്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രഞ്ച് ഇറ്റാലിയൻ ഡെസേർട്ട് കഴിക്കുന്ന ഒരു ഫീൽ കിട്ടും. അല്ലെങ്കിൽ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ. ഇതിനകത്ത് വാനില ചേർത്തിട്ടുണ്ട്. വാനില ബർബോൺ വാനില അല്ല, ഒരു പുകഞ്ഞ വാനില അല്ല, പകരം സ്വീറ്റ് മധുരമുള്ള ഒരു മിൽക്കി വാനില സ്മെൽ, ഐസ്ക്രീം വാനില ടൈപ്പ് DNA ആണ് ചേർത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് ഗുർമോൺ പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് ഹെവനാണ് ഈ പെർഫ്യൂം. ഭയങ്കര സ്വീറ്റാണ്, സെഡക്റ്റീവാണ്. ആരായാലും ചോദിച്ചു പോകും ഏതാണ് ഈ പെർഫ്യൂം എന്ന് ഉറപ്പായിട്ട് ചോദിക്കും. അതുപോലെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നാച്ചുറലാണ്. കാസമറാട്ടി എന്ന് പറയുന്ന ഈ പെർഫ്യൂം അറൗണ്ട് ഇറ്റാലിക്ക 22,000 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിനുള്ളതുകൊണ്ട് ഒരു കാര്യം മാത്രം ചിന്തിക്കുക, വളരെ സ്ട്രോങ് ആണ്. സ്വീറ്റ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങേണ്ട ഒരു പെർഫ്യൂമാണ്. ഇവരുടെ കൂട്ടിലെ ലൈറ ഒരെണ്ണമുണ്ട്, അതും ഞാൻ ഉടനെ കൊണ്ടുവരുന്നുണ്ട്. അതും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഞാനത് ഈ ദിവസങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പണ്ട് ആക്സിൻ്റെ ഒരു ചോക്ലേറ്റ് ഒരു പരസ്യം കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള പെർഫ്യൂം അടിക്കുമ്പോൾ ഗേൾസ് പുറകെ ഇപ്പോൾ കടിക്കാൻ പോകുന്ന ഒരു ആഡ്. നിങ്ങളതിൽ ചോക്ലേറ്റ് മാറ്റിയിട്ട് മിൽക്കി ബാർ ആക്കുക, അല്ലെങ്കിൽ വാനില മിൽക്കി ബാർ, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മനസ്സിൽ സങ്കല്പിക്കുക. അതുപോലെ ഒരു ഫീൽ കിട്ടുന്ന ഒരു കടിക്കാൻ സാധ്യതയുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഞാൻ ഈ ഒരു 2026 ട്രൈ ചെയ്ത മോസ്റ്റ് സെലക്റ്റീവ് പെർഫ്യൂം ഏതെന്ന് വെച്ചാൽ ഞാൻ കണ്ണുകൂട്ടി പറയും കാസമറാട്ടി, ഇറ്റാലിക്കയും പിന്നെ ലിറയും. ഒരു രക്ഷയില്ല, ഭയങ്കര സ്വീറ്റ്. അതുപോലെ ഇതിനകത്ത് ഈ ടിറാമിസു, പിന്നെ റഷ്യൻ ഹണി കേക്ക്, അതുപോലുള്ള ഒരു കേക്കിൻ്റെ ഒക്കെ ഒരു നോട്ടും, പിന്നെ ബട്ടർ ബിസ്ക്കറ്റ് എനിക്ക് തോന്നുന്നത്, ഇമാജിൻ ബട്ടർ ബിസ്ക്കറ്റിൽ കുറച്ച് ആൽമണ്ടും പിസ്തയൊക്കെ ചേർക്കുമ്പോൾ ഒരു മണം. ഈ വാൾക്കേഴ്സിൻ്റെ ഒരു ബട്ടർ ബിസ്ക്കറ്റ് ഉണ്ട്, അത് കഴിച്ചു നോക്കണം നിങ്ങൾ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു ബട്ടർ ബിസ്ക്കറ്റാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ബട്ടർ കൊണ്ട് ചേർത്തിട്ടുള്ള ഒരു ബിസ്ക്കറ്റ്. എനിക്ക് ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ആ ബിസ്ക്കറ്റ് കഴിച്ച ഓർമ്മയൊക്കെ വന്നു. ഭയങ്കര ഗുർമോണ്ട്, സ്വീറ്റ്, സെഡക്റ്റീവ്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഒരു മഴ സമയത്ത് വേണം ഇത് യൂസ് ചെയ്യാൻ. കിടിലൻ പെർഫ്യൂം. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സ്വീറ്റ്നസ് ഉള്ള ഒരു പെർഫ്യൂം. മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള പെർഫ്യൂംസ് കൊണ്ടുവരുമ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നോട് പങ്കുവയ്ക്കാൻ വേണം. ഒരു സ്വീറ്റ് പെർഫ്യൂം വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ പെർഫ്യൂം മിസ് ചെയ്താൽ അവർക്ക് വലിയ നഷ്ടമായിരിക്കും. കാരണം അത്രയ്ക്ക് വർത്തായിട്ടുള്ളൊരു പെർഫ്യൂമാണ്. അപ്പോൾ കല്യാണം, എൻ്റെ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യം, ചേട്ടാ കല്യാണം വരുന്നുണ്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് വരുന്നുണ്ട്, എനിക്കൊരു സ്വീറ്റ് പെർഫ്യൂം വേണം. എല്ലാവരും ശ്രദ്ധിക്കണം, എന്നാൽ യുണീക്ക് ആയിരിക്കണം. ആരായാലും ചോദിച്ചു പോകണം, എന്നാൽ അവർക്ക് വാങ്ങാൻ പറ്റുകയും ചെയ്യരുത്. എനിക്ക് മാത്രം കിട്ടണം, വേറെ ആർക്കും ഇത് അഫോർഡബിൾ ആവാനുള്ള സാധ്യതയും ഉണ്ടാവരുത്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എനിക്കൊരു പെർഫ്യൂം കൊണ്ടുവന്നത്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഇത് സ്വീറ്റ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, എനിക്കിത് കഴിക്കാനുള്ള ഒരു ഓർമ്മ, ഇത് കഴിച്ചപ്പോൾ ഞാൻ വീണ്ടും കഴിച്ചു എന്ന് പറയുന്നത്. ഇത് ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ചോക്ലേറ്റ് കഴിക്കണമെന്നും മിൽക്കി ബാർ കഴിക്കണമെന്നും മറ്റേ ടോട്ട് കേക്ക് ഇല്ലേ, മറ്റേ ഡ്രീം കേക്ക്, അതൊക്കെ എനിക്കിങ്ങനെ കഴിക്കാനും ഒക്കെ തോന്നുകയാണ്. ഈ പറഞ്ഞ വാൾക്കേഴ്സിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങി കഴിക്കാനും. അതുപോലെ ഒരു വിശപ്പ് ഉണ്ടാവുന്നു, വയറ്റിൽ നല്ലപോലെ വിശപ്പ് തോന്നുന്നു. അല്ലെങ്കിൽ സ്വീറ്റ് പെർഫ്യൂംസ്, സ്വീറ്റിനോട് ഇപ്പം ഡയറ്റ് എടുത്തിരിക്കുന്നവർക്ക് സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുന്ന ക്രേവിങ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അതുപോലെ നാച്ചുറലായിട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരാൻ കാരണം. ഇനി ഇതിൻ്റെ ലോങ്ജിവിറ്റിയിലേക്ക് വരാം. ഇത് ഉപയോഗിക്കേണ്ടത് വൈകുന്നേരവും രാത്രിയും. ലോങ്ജിവിറ്റി 12 മണിക്കൂറാണ്. ഭയങ്കര സ്ട്രോങ് ആണ്. കാസമറാട്ടി അല്ലെങ്കിൽ സെർജോഫ് എന്നുള്ള ബ്രാൻഡ് അവർ ഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അവർ സ്പൈസ്നെസ് കൊണ്ടുവന്നാൽ അത് വേറെ ലെവലായിരിക്കും. ഊത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിരിക്കും. അവർ സ്വീറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിഭീകരമായിരിക്കും. അപ്പോൾ അവർ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു ബ്രാൻഡാണ് സെർജോഫ്. സെർജോഫിൽ തന്നെ ഒരു നീഷായിട്ടുള്ളതാണ് കാസമറാട്ടി ലൈനപ്പ്. അതുപോലെ തന്നെ സോസ്പെറോയും, ഇതെല്ലാം സെർജോഫിൻ്റെ കീഴിൽ വരുന്നതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് കാസമറാട്ടി ലൈനപ്പാണ്. സോ വൈകുന്നേരം രാത്രി ഉപയോഗിക്കുക 12 മണിക്കൂർ. ഞാൻ ഏറ്റവും കുറച്ചാണ് പറയുന്നത്, അതിനപ്പുറം നിൽക്കുകയും വേണം. നിങ്ങൾ വസ്ത്രത്തിൽ അടിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം വരെ മണം നിൽക്കും. അതിൽ ഒരു സംശയമില്ല. നിങ്ങൾ പോകുമ്പോഴൊക്കെ മണം 2-3 ദിവസമല്ല, അതിൽ കൂടുതൽ നിൽക്കും. നിങ്ങൾ അലക്കണം. ഇതിൻ്റെ പ്രൊജക്ഷൻ
4 മണിക്കൂറൊക്കെയാണ് ഇതിൻ്റെ പ്രൊജക്ഷനായിട്ടുള്ളത്. റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ 8 സ്പ്രേ, 4 മണിക്കൂർ ഹെവി ഡ്യൂട്ടി ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യും. ഇത് യൂണിസെക്സ് ആണ്. ഗേൾസിന് പ്രത്യേകിച്ച് ഈ മോഡലിംഗ് അല്ലെങ്കിൽ അതുപോലുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടു നടക്കുന്നവർ, അതുപോലെയുള്ള ക്യാരക്ടർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പെർഫ്യൂം ചേരുന്നൊരു പെർഫ്യൂമാണ്. യൂണിസെക്സ് ആണ്, 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം. പ്രായമൊന്നുമില്ല, ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം, യൂസ് ചെയ്യണം. കോംപ്ലിമെന്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യൂസ് ചെയ്ത്. വാല്യൂ ഡ്രോപ്പർ സീരീസിൽ ഏറ്റവും ആദ്യം ഏത് പെർഫ്യൂം വെക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാറി. ഈ പെർഫ്യൂമാണ് അതിൽ ഏറ്റവും ആദ്യം വെക്കേണ്ടത്. എല്ലാ തരത്തിലും ഒരു സ്വീറ്റ് പെർഫ്യൂമിൽ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എല്ലാം ചേർത്തിട്ടുള്ളൊരു പെർഫ്യൂം അടിച്ചിട്ട് നമുക്ക് തന്നെ നക്കാൻ തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ വിരൽ നുണയാൻ തോന്നുന്ന രീതിയിൽ കൊതിയൂറുന്ന ഒരു മണമാണ്. അതൊന്നും സിന്തറ്റിക് അല്ല, നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തില്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല, അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നത് വൻ നഷ്ടമാണ് നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ. സോ രാത്രിയും വൈകുന്നേരവും ട്രൈ ചെയ്യുക, ഇതിൻ്റെ മാജിക് അറിയാൻ പറ്റും. കോംപ്ലിമെൻറ്റിൻ്റെ കാര്യത്തിൽ മാഗ്നറ്റാണ് ഈ പെർഫ്യൂം. കോംപ്ലിമെൻറ്റ് തന്നെ എനിക്ക് കിട്ടിയ കോംപ്ലിമെൻറ്റ്, എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ് കിട്ടി. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു 10-15 ദിവസം എൻ്റെ കയ്യിലെത്തിയിട്ട് എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ് കിട്ടി. ഞാനൊന്നും എടുത്തു പറയുന്നില്ല, എനിക്കത് ഓർമ്മയില്ല. കാരണം അടിച്ചിട്ട് പോകുന്ന സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സും സുഹൃത്തുക്കളായിട്ടുള്ളവരും കസിൻസൊക്കെ പറഞ്ഞു, ഈ മണം ഒരു രക്ഷയില്ലാത്ത മണമാണല്ലോ. ഒരു സ്പ്രേ അടിച്ചിട്ടൊക്കെയാണ് പലപ്പോഴും എനിക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയത്. സോ അതുപോലെ കോംപ്ലിമെൻറ്റ് കിട്ടുന്ന പെർഫ്യൂം, കോംപ്ലിമെൻറ്റ് മാഗ്നറ്റാണ് ഈ പെർഫ്യൂം. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു വിന്റർ സീസണിൽ, ഈ ഒരു മൺസൂൺ സീസണിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് സെഡക്റ്റീവ് ആയിട്ടുള്ള പെർഫ്യൂം. ഗേൾസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ മണം. നോട്ട് ചെയ്തോ.